ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ന്യൂ ടെക്നിക്കാണ്. ഇൻഫെർട്ടൈലായിട്ടുള്ള കപ്പിൾസിന് ചിൽഡ്രൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ന്യൂ ടെക്നിക്കിനെയാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ART എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കുറേ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇൻഫെർട്ടിലിറ്റി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ എംപ്ലോയ്ഡ് ടു ബ്രിങ് അബൌട്ട് കൺസെപ്ഷൻ വിത്തൗട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇല്ലാതെ എങ്ങനെ കൺസീവ് ആവാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ടെക്നോളജിയിൽ മെയിനായിട്ട് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയർ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ചെയ്യുന്നത്. And it is a method used to acquire pregnancy by artificial or partially artificial means. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ ഒരു കപ്പിളിന് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു കപ്പിളിന് ചിൽഡ്രൻസ് ഉണ്ടാവാം, ആ ഒരു ടെക്നിക്കിനെയാണ് ART അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ ടെക്നിക്കുകളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF എന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. തേർഡ് വൺ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ദെൻ ഗിഫ്റ്റ്. ദെൻ സിഫ്റ്റ്, ICSI, സറോഗേറ്റ് മദർ. ഇത്തരത്തിലുള്ള 7 ടെക്നിക്ക്. ഇതിൽ കൂടുതൽ ടെക്നിക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാൻ ഈ 7 ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. 7 ടെക്നിക്കുകളാണ് നമുക്ക് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് IVFനെ കുറിച്ച് പറയാം. IVF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. IVF ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ് IVF എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ടേം ഇൻ വിട്രോ എന്ന് പറയുന്നത് എന്താണ്? ഇൻ വിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി, അതായത് ബോഡിയിൽ വെച്ചിട്ടല്ല ഒരു പ്രൊസീജിയറും നടക്കുന്നത്, ഔട്ട്സൈഡ് ദ ബോഡിയിലാണ്. അതുകൊണ്ടാണ് ഇൻ വിട്രോ എന്ന് പറയുന്നത്. ടേം ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പേം ദ കണ്ടീഷൻ വെർ ദ സ്പേം ഹാസ് അറ്റാച്ച്ഡ് ടു ആൻ എൻറ്റേർഡ് ദ എഗ്. അതായത് ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം എന്താണ്, എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുന്നതിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഫ്യൂഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ദ ബോഡി, അതിനെയാണ് IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ കണ്ടീഷൻ ഫോർ ദ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ലബോറട്ടറി ഡിഷ്. അതായത് ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ട് ഒരു പെട്രി ഡിഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലാസ് വെയർസിലോ വെച്ച് നടക്കുന്ന ഒരു ഫെർട്ടിലൈസേഷൻ ടെക്നിക്കിനെയാണ് IVF എന്ന് പറയുന്നത്. അതാണ് ഔട്ട്സൈഡ് ദ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. IVF ഈസ് മെയിൻലി എംപ്ലോയ്ഡ് ടു അസിസ്റ്റ് വിത്ത് ഫെർട്ടിലിറ്റി ആൻഡ് അവോയ്ഡ് ജനറ്റിക് പ്രോബ്ലംസ്. അതായത് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് IVF നമ്മൾ നടത്തുന്നത്. ഇനി IVF ലാബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മെച്യൂർഡ് ആയിട്ടുള്ള എഗ്ഗിനെ കളക്ട് ചെയ്യുന്നു. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? എഗ്ഗ് എവിടെ ഉണ്ടാവുക? ഓവറീസിലല്ലേ. അപ്പോൾ ഓവറിയിൽ നിന്ന് എഗ്ഗിനെ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാം. എന്നിട്ട് സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുക. അതാണ് ഒരു ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ IVF എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ഫെർട്ടിലൈസ്ഡ് എഗ് ആർ പ്ലേസ്ഡ് ഇൻ ടു എ യൂട്രസ്. അങ്ങനെ എന്ത് ചെയ്തു? എഗ്ഗിനെ റിട്രീവ് ചെയ്തു, എഗ്ഗിനെയും സ്പേമിനെയും ഫ്യൂഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടത്തിച്ചു. ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ ഫീമെയിലിൻ്റെ യൂട്രസിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനെയാണ് IVF എന്ന് പറയുന്നത്. One complete cycle of IVF may take about 3 weeks. ഏകദേശം ഒരു കംപ്ലീറ്റ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് IVF നടത്താൻ ഒരു 3 ആഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സക്സസ്ഫുള്ളി ആയിട്ടൊരു ടെസ്റ്റ് ട്യൂബ് ബേബീനെ നമ്മൾ IVFിലൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബേബിയുടെ പേരാണ് ലൂയിസ് ബ്രൗൺ. 1978 ഡോക്ടർ റോബർട്ട് ജി ആണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി മീൻസ് ലൂയിസ് ബ്രൗൺ. ദെൻ എന്തൊക്കെ സ്റ്റെപ്സാണ് IVFിലുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ദ സ്റ്റെപ്സ് ആർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഏതൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? ഒന്ന് സ്റ്റിമുലേഷൻ, ദെൻ എഗ് റിട്രീവൽ,
then insemination and fertilization, embryo culture, embryo selection and embryo transfer. Okay, first one, step 1, stimulation. Stimulation means ഈ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എഗ്ഗിനെ അതായത് ഓവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, ഓവുലേഷൻ നടത്തുക, സ്റ്റിമുലേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സൂപ്പർ ഓവുലേഷൻ എന്നാണ് നമ്മൾ ടേം ചെയ്യുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു വുമൺ ഏകദേശം ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ മെൻസ്ട്രൽ സൈക്കിളും. IVF-ന് എന്ത് വേണം, ഒരു എഗ്ഗ് പോരാ. കാരണം എന്താണ്, അത് ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് വേണം. അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൽ മൾട്ടിപ്പിൾ എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ എഗ്ഗ് ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് വയബിൾ. അതൊരു വയബിൾ ആയിട്ടുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് എഗ്ഗ് എന്ത് വേണം. അതുകൊണ്ട് മാത്രമേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് തന്നെയാണ് IVF-ൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ IVF-ലൂടെ അധികം എന്താണ് ചില കപ്പിൾസിന് ട്വിൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ റീസൺ ഇതാണ്, മൾട്ടിപ്പിൾ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സ്റ്റിമുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വുമണിന്. അതായത് എഗ് പ്രൊഡക്ഷൻ ഓവുലേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫെർട്ടിലിറ്റി ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഫെർട്ടിലിറ്റി ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സോജീനിയസ് ഗൊണാഡോട്രോഫിൻ ആൻഡ് സിമിലർ ഗൊണാഡോട്രോഫിൻ പോലെയുള്ള എക്സോജീനിയസ് ആയിട്ടുള്ള ഗൊണാഡോട്രോഫിൻ പോലെയുള്ള സിമിലർ സബ്സ്റ്റൻസസുകളൊക്കെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഹോർമോണൽ സ്റ്റിമുലേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓവറിയിലേക്ക്, കോസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് എഗ്സ് പെർ സൈക്കിൾ. ദെൻ 1/3 ഓഫ് മെൻസ്ട്രേഷൻ ട്രീറ്റ്മെൻറ്റ് സൈക്കിൾ ആർ ജനറലി സ്റ്റാർട്ടഡ്. ഒരു മെൻസ്ട്രേഷൻ്റെ 1/3 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഫോളോയിങ് ദ യൂസ് ഓഫ് ഫെർട്ടിലിറ്റി മെഡിസിൻസ് യൂസ് ചെയ്യും. എന്തിനാണ് ഫെർട്ടിലിറ്റി മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ഓവറീസിൽ അതിന് ഡെവലപ്മെൻറ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവറീസിൽ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ഡെവലപ്മെൻറ്റിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നതിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ മെയിനായിട്ട് ഫീമെയിൽസിന് എന്ത് വേണം? ഫീമെയിൽസ് ആർ റിക്വയർഡ് ടു അണ്ടർഗോ റെഗുലർ ട്രാൻസ്വെജൈനൽ അൾട്രാസൗണ്ട് ആൻഡ് ബ്ലഡ് ടെസ്റ്റ് ടു ചെക്ക് ഹോർമോൺ ലെവൽ. അതായത് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫെർട്ടിലിറ്റി മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലിനിക്കിൽ എന്ത് ചെയ്യണം, ഈ ഫീമെയിലിൻ്റെ വജൈനയിൽ കൂടി അൾട്രാസൗണ്ട്സ് UV അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതേപോലെ തന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ നമ്മളിങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാവും എന്താണ് ഓവറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡ്രഗ്സ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് ഓവം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, ഓവത്തിനെ അല്ലെങ്കിൽ എഗ്ഗിനെ നമ്മൾ റിട്രീവ് ചെയ്യുന്നു. ഇതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റിമുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേയ്സ് ഓഫ് സ്റ്റിമുലേഷനിൽ നമ്മൾ GnRH ആൻറ്റഗണിസ്റ്റിക് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദേ യൂഷ്വലി പ്രിവെൻറ്റ് ദ സ്പോണ്ടേനിയസ് ഓവുലേഷൻ ഡ്യൂറിങ് ദ സൈക്കിൾ. ഇനി ഇറ്റ് ബ്ലോക്ക് ദ നാച്ചുറൽ സർജ് ഓഫ് ലൂട്ടനൈസിങ് ഹോർമോൺ ഫെസിലിറ്റേറ്റ് സ്റ്റാർട്ട് ഓഫ് ഓവുലേഷൻ പ്രോസസ് ബൈ യൂസ് ഓഫ് ഇൻജെക്റ്റബിൾ ഹോർമോൺ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അതായത് നമ്മൾ ഹ്യൂമൻ ഹോർമോൺസ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട് ഓവുലേഷൻ പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സ്റ്റിമുലേഷനിൽ പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ് റിട്രീവലാണ്. ഈ എഗ് റിട്രീവൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോളിക്കുലാർ ആസ്പിരേഷൻ എന്ന് പറയാം നമുക്കിതിനെ, വേറൊരു നെയിമാണ്. ഇതൊരു മൈനർ സർജറിയാണ്. മെയിനായിട്ട് വുമൻസിൻ്റെ ബോഡിയിൽ നിന്ന് ഓവറിയിൽ നിന്ന് എഗ്ഗിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സാണിത്. ആഫ്റ്റർ ദ ഒവേറിയൻ ഫോളിക്കിൾ റീച്ച് ദ സർട്ടൺ ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് ഡെവലപ്പ്. അതായത് ഒവേറിയൻ ഫോളിക്കിളിന് പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഫൈനൽ മാസ്റ്റുബേഷൻ എന്ന് പറയും, എന്താണ് ഒരു ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. അതായത് HCG ഹോർമോൺ. HCG ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ മെയിൻ ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് HCG ഹോർമോൺ പ്ലേ ചെയ്യുന്നത്. ഒരു സിംഗിൾ HCG ഇഞ്ചെക്ഷനിൽ തന്നെ ഏകദേശം ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 38 to 40 അവേഴ്സ് വരെ ഓവുലേഷൻ നടക്കുന്നുണ്ട്. HCG ഇഞ്ചെക്ഷൻ അതായത് ഹോർമോൺ ഓവം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഏകദേശം 38 to 40 അവേഴ്സ് അത്രയും.
എഗ്ഗ് അങ്ങനെ നമ്മൾ റിട്രീവ് ചെയ്യുന്നൊരു പിക്ചറാണ്. എഗ്ഗ് അങ്ങനെ നമ്മൾ ഒരു 34 to 36 ഹവേഴ്സിൽ എഗ്ഗ് റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ HCG ഇഞ്ചക്ഷൻ കൊടുത്ത് എഗ്ഗ് റിട്രീവ് ചെയ്തതിന് ശേഷം ആ എന്താവുന്നുണ്ട്, ഫോളിക്കിൾ റപ്ചർ ആവുന്നുണ്ട്. ദെൻ ദിസ് അസിസ്റ്റ് ഫോർ ഷെഡ്യൂളിംഗ് ദ പ്രോസസ് ഓഫ് എഗ് റിട്രീവൽ അറ്റ് എ ടൈം വെൻ ദ എഗ് ആർ കംപ്ലീറ്റ്ലി മെച്യൂർഡ്. ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് ട്രാൻസ്വജൈനൽ ഊസൈറ്റ് റിട്രീവൽ. അതായത് എഗ്ഗിനെ റിട്രീവ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് വജനയിൽ കൂടി, അതായത് ട്രാൻസ്വജൈനൽ ഊസൈറ്റ് റിട്രീവൽ എന്നാണ് ആ ടെക്നിക്കിന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ഹ്യൂമണിലാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് എന്ത് കൊടുക്കണം, സർജറിയുടെ മുന്നേ അനസ്തേഷ്യ കൊടുക്കുന്നത് ആവശ്യമാണ്. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അൾട്രാസൗണ്ട് ഇമേജസ് വേണം. കാരണം ഇത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ വെച്ചിട്ടാണ് നമ്മളിത് വജനയിൽ കൂടി ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എഗ്ഗിനെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെന്ത് വേണം, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ഒരു US സ്കാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു നീഡിൽ ഒരു സെക്ഷൻ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എഗ്ഗിനെ സക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പുൾ ഔട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഓരോ ഫോളിക്കിൽ നിന്നും വൺസ് അറ്റ് എ ടൈം. ദ സെയിം പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഫോർ അതർ ഓവറിൽ നിന്നും ഇതേ സെയിം പ്രോസസ്സ് ഇതേപോലെ സക്ക് ചെയ്തെടുക്കണം. ജനറലി 10 to 30 എഗ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്ത എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഇൻസെമിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആണ്. ബെസ്റ്റ് ക്വാളിറ്റി എംബ്രിയോസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സക്സസ്ഫുൾ പ്രഗ്നൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യമാണ്. ഒരു സോഴ്സ് ഓഫ് വാഷിംഗ് എന്ന് പറയുന്നുണ്ട് നമ്മളിതിനെ. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള സെല്ലും സെമിനൽ ഫ്ലൂയിഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. സെമനിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, മെയിൽ ബോഡിയിൽ നിന്ന്. എന്തിനു വേണ്ടി, ഫെർട്ടിലൈസേഷന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ കേസ് വേർ സെമൻ ഈസ് സപ്ലൈഡ് ബൈ സ്പേം ഡൊണേറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് കളക്ട് ചെയ്യണം. ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു 2 പ്രോന്യൂക്ലിയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ സ്പേം കളക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പേം കൗണ്ട്, മോട്ടിലിറ്റി, അതിൻ്റെ മൊബിലിറ്റി, മൂവ്മെൻ്റ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഡയറക്റ്റായിട്ട് എഗ്ഗിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ സ്പേമാണ് എഗ്ഗിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രോത്ത് മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് എഗ്ഗ് ഏകദേശം ഒരു 6 to 8 സെൽ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് പറയാം. ദെൻ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബ്രിയോ കൾച്ചറാണ്. എംബ്രിയോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഏകദേശം 6 to 8 സെൽ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ എംബ്രിയോസിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. യൂഷ്വലി 3 days ആഫ്റ്റർ റിട്രീവൽ. Embryo culture can be performed either in an artificial culture medium or in an autologous endometrial co-culture. അപ്പം നെക്സ്റ്റ് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇതാണ് IVF-ൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മെത്തേഡ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിൽ പറയുന്ന മെത്തേഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്താണ്, ഒരു സെമൻ എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യുക വജനയിൽ കൂടി സെർവിക്കൽ കനാൽ വഴി ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് കുറേ ഡിഫക്റ്റ് ഉണ്ട്. എപ്പോഴാണ് നമ്മളിതിങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തേണ്ടതെന്ന് വെച്ചാൽ, പ്രിമച്വർ ആയിട്ട് ഇജാക്കുലേഷൻ നടക്കുന്ന ആളുകളിൽ അസ്യൂസ്പെർമിയ കണ്ടീഷനിൽ, അതായത് സ്പേമിൽ വേണ്ടത്ര ക്വാണ്ടിറ്റി സെമനിൽ വേണ്ടത്ര ക്വാണ്ടിറ്റി സ്പേം ഇല്ലാത്ത സമയത്ത്, പെയിൻഫുൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉള്ള വിമൻ്റെ കേസിൽ പെയിൻഫുൾ ആയിരിക്കുന്ന സമയത്ത്
ഒരു കറക്റ്റായിട്ട് സെമൻ ഫീമെയിലിൻ്റെ വജനിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പിന്നെ ഹസ്ബൻഡിൻ്റെ സ്പെർമാറ്റോസോവ കറക്റ്റായിട്ട് ഫീമെയിലിൻ്റെ യൂട്രസിൽ എത്തിക്കാൻ പറ്റാത്ത കഴിവ് വരുന്ന സമയത്ത്, ഒരു ഇന്നബിലിറ്റി വരുന്ന സമയത്ത്, പിന്നെ യൂറിനറി ഓപ്പണിങ് പെനീസിൻ്റെ അണ്ടർ സർഫസിൽ അല്ലെങ്കിൽ അണ്ടർ സൈഡിൽ, ഓപ്പണിങ്ങിൻ്റെ അണ്ടർ സൈഡിലുള്ള കണ്ടീഷൻ, അതായത് ഹൈപ്പോസ്പാഡിയാസ് എന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകളിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നത്. പിന്നെ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഹാവ് ലോ സ്പേം കൗണ്ട് ഓർ നോ സ്പേം ആർട്ടിഫിഷ്യൽ, അതായത് ഹസ്ബൻഡിൻ്റെ സെമനിൽ സ്പേം കൗണ്ട് കുറയുകയോ അല്ലെങ്കിൽ സ്പേം ഇല്ലാതെ വരികയും, സെമനിൽ സ്പേം ഇല്ലാതെ വരുന്ന കണ്ടീഷനിലാണ് നമ്മളൊരു എന്ത് ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഡോണർ സെമനിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നത്. അതായത് ഹസ്ബൻഡിൻ്റെ ആണ് ആർട്ടിഫിഷ്യലായിട്ട് ഹസ്ബൻഡിൻ്റെ ഇതിലാണ് നമ്മൾ ഇൻസെമിനേഷൻ നടത്തുന്നതെങ്കിൽ അതിന് ഇൻസെമിനേഷൻ ബൈ ഹസ്ബൻഡ് എന്ന് പറയുന്നു. ഏതെങ്കിലും ഡോണറിനെ കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ബൈ ഡോണർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇൻസെമിനേഷൻ ബൈ ഹസ്ബൻഡ് AIH എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഇൻസെമിനേഷൻ ബൈ ഡോണർ AID എന്ന് പറയുന്നുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കെയർഫുള്ളി സ്ക്രീൻ ചെയ്യണം ആ ആളുടെ ഹെൽത്ത്, ഫെർട്ടിലിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള പ്രീവിയസ് ഹിസ്റ്ററി, ജനറ്റിക് ഡിസീസ് ഉള്ള എന്തെങ്കിലും ഹിസ്റ്ററി ആ ഫാമിലിയിലുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം. പിന്നെ ഡോണർ ആർ മാച്ച് ടു ദ മെയിൽ പാർട്ട്ണർ ഫോർ റേസ്, ആ ഡോണർ മെയിൽ പാർട്ട്ണർ ഡോണറുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ആവണം. റേസിലും ഹൈറ്റിലും സ്കിന്നിലും ബോഡി ഫ്ലൂയിഡിലും ഐ കളറിങ്ങിലും ബ്ലഡ് ഗ്രൂപ്പിങ്ങിലൊക്കെ മാച്ച് ആയിരിക്കണം. ഇതൊന്നും നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഇത് സിമ്പിൾ മെത്തേഡാണ്. ഒരു സ്പേം നമ്മൾ എന്ത് ചെയ്യുക, സിറിഞ്ചിൻ്റെ സഹായത്തോടു കൂടി ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഇതിൻ്റെ സഹായത്തോടു കൂടി സ്പേം വിമൻ്റെ വജൈനയിലേക്ക് അല്ലെങ്കിൽ സെർവിക്സിലൂടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ സക്സസ് റേറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വുമൺ റിട്രീവിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ആസ്ക്ഡ് ടു കീപ്പ് എ ടെമ്പറേച്ചർ ചാർട്ട് ടു പ്രെഡിക്റ്റ് ഓവുലേഷൻ ഡേറ്റ്. ക്ലോമിഫീൻ ഈ മേ ബി യൂസ്ഡ് ഫ്രം ഓവുലേഷൻ, ഇത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവുലേഷൻ വേണ്ടി നമ്മൾ ക്ലോമിഫീനാണ് കൊടുക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ബൈ ഡോണറിൻ്റെ കേസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ദ മദേഴ്സ് ജീൻ ആർ ട്രാൻസ്മിറ്റഡ് ടു ദ എംബ്രിയോ ആൻഡ് therefore she gets the experience and emotional satisfaction of giving birth to child. അതായത് ഒരു ഡോണർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മദറിൻ്റെ തന്നെ ബോഡിയിലാണ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വുമണിന് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുമാത്രമല്ല ഒരു ഇമോഷണലി സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. അവരുടെ തന്നെ കുഞ്ഞിനെയാണല്ലോ ബർത്തിലൂടെ പുറത്തെടുക്കുന്നത് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കൂടി ആ ഒരു വുമണിനുണ്ടാവും. ഇനി അടുത്ത മെത്തേഡാണ് ഗിഫ്റ്റ് എന്ന് മീൻസ് ഗ്യാമീറ്റ് ഇൻട്രാഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഇത് വുമൻ്റെ കേസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഫാലോപ്പിയൻ ട്യൂബ് നോർമൽ ആയിരിക്കണം. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി, ഇഡിയോപ്പത്തിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉള്ള ആളുകളിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഈ ഒരു ടെക്നിക്കിൽ സ്പേമും എഗ്ഗും നമ്മൾ ആഡ് ചെയ്യണം സെപ്പറേറ്റ്ലി ടു ദ ഓവിഡക്റ്റ് സോ ദാറ്റ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് നാച്ചുറലി ഇൻ വുമൻസ് ബോഡി റാദർ ദാൻ, അതായത് വുമൻ്റെ ബോഡിയിൽ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഔട്ട്സൈഡ് അല്ല. ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് IVF പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. സൂപ്പർ ഓവുലേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് എഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്രോസ്കോപ്പിക് ഡിവൈസ്. ഇതാണ് ലാപ്രോസ്കോപ്പിക് ഡിവൈസ് എന്ന് പറയുന്നത് ചിത്രത്തിലുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എഗ് റിട്രീവൽ ചെയ്യുന്നത്. അറ്റ് ദ ഫസ്റ്റ് ദ എഗ്സ് ആർ ഡ്രോൺ അപ്പ് ഇൻ ടു കത്തീറ്റർ ആൻഡ് എ ടൈനി എയർ ബബിൾ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അതായത് എഗ് കത്തീറ്ററിൻ്റെ സഹായത്തോടു കൂടി ഡ്രോൺ ചെയ്യുക. ഒരു സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കീപ് എഗ്ഗിന് ഗ്യാമീറ്റിന് യാതൊരു തരത്തിലുള്ള ഡാമേജ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഗ്യാമീറ്റ് രണ്ട് ഗ്യാമീറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ടാണ് ആ എയർ ബബിൾസ് ഇങ്ങനെ കൊടുക്കുന്നത്. The catheter is introduced directly into a fallopian tube through the abdominal incision. അബ്ഡോമിനലിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, കത്തീറ്റർ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഗ്യാമീറ്റ്സിന് എന്ത് ചെയ്യുക, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതൊരു റീസെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്.
വജൈനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ ഗ്യാമീറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വജൈനയിലൂടെ അല്ലെങ്കിൽ സെർവിക്സിലൂടെ. പക്ഷേ എന്ത് വേണം, ഒരു അൾട്രാസൗണ്ട് ഗൈഡൻസ് വേണം. ഈ ഒരു മെത്തേഡിൽ സർജറി റിക്വയർഡ് അല്ല, പക്ഷേ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 21% ആണ്. ഇനി അടുത്ത മെത്തേഡാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്, സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതൊരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉള്ള ആളുകളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് നടത്തുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഒരു കേസിൽ ഫെർട്ടിലൈസേഷൻ ഇൻവിട്രോ ആണ്. സൈഗോട്ട് എന്ത് ചെയ്യുക, ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കൺസെപ്ഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ. അത് സൈഗോട്ട് റെപ്രസ് ദ ഫസ്റ്റ് എന്താണ് ലൈഫ് ഓഫ് എംബ്രിയോ. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഫാലോപ്പിയൻ ട്യൂബ് വേണം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ബെസ്റ്റ് ക്വാളിറ്റി എംബ്രിയോ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം, ലാപ്രോസ്കോപ്പിക്കിൽ ഇൻസേർട്ട് ചെയ്യണം. ഗ്രേറ്റർ സക്സസ് റേറ്റ് ആണ് ഗിഫ്റ്റിനേക്കാളും IVF-നേക്കാളും സിഫ്റ്റിനുള്ളത്. നെക്സ്റ്റ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇത് ആണ് ഒരു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കാണ്. സ്പേമാണ് ഡയറക്റ്റ്ലി എന്താണ് ഇൻവിട്രോ ഈ ഓവത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഒരു സൈക്കോട്ട് എന്താണ് IVF-ലൂടെ ഒരു 8 to 16 സെൽ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ യൂട്രസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് യൂസിങ് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്ക് വഴി ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് സബ്സീക്വൻറ്റ്. ഒരു വളരെ സ്മോൾ നമ്പർ ഓഫ് സ്പേം മതി ഇതിന് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ സ്പേം കൗണ്ടുള്ള ആളുകളിൽ മെയിലിൽ, അതേപോലെ തന്നെ സ്പേം മോട്ടിലിറ്റി കുറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ പറയുന്നത് പേരാണ് ഒലിഗോസ്പേമിയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഈ ഒരു ICSI അല്ലെങ്കിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.